ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ദൃശ്യം ഞാൻ പ്ലേ ചെയ്തുതരാം, നിങ്ങളും നടുങ്ങും. ശശികള ടീച്ചർ എന്ന ശശികള മാറുകയാണ്. ശശികള നിലവിൽ മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങളും നടുങ്ങും. അതൊക്കെ വെട്ടിത്തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ വി ഡി സതീശൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നല്ല രീതിക്ക് ആരെങ്കിലും വർഗീയത പറയുകയാണെങ്കിൽ അവരെ ഞാൻ പിടിച്ചകത്തിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതുകൊണ്ട് വർഗീയത പറഞ്ഞിരുന്ന ശശികള പോലും മാറുകയാണ്. ആ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ വെക്കാം. അതിനു മുമ്പ് പൊന്നു മനുഷ്യന്മാര്, നടുങ്ങുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട്. അതും നിങ്ങൾ കാണണം. അതായത് നിലവിൽ ഞാനും നിങ്ങളും കാണുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ സ്ത്രീകൾ ആർക്കെങ്കിലും, ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീയോട് 10 ലക്ഷം കൊടുത്തിട്ട് പറയുന്നുണ്ട് അവനെതിരെ കള്ളപ്പരാതി കൊടുക്കുമെന്ന്. അതായത് 10 ലക്ഷം മേടിച്ചിട്ട് ഒരു സ്ത്രീ എനിക്കെതിരെ അൽത്തു എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുത്താൽ പോലീസ് സാറുമാർ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്നും നോക്കത്തില്ല. ഫാമിലിക്ക് മുമ്പിൽ, നാട്ടുകാർക്ക് മുമ്പിൽ എന്നെ പിടിച്ചിട്ട് ജീപ്പിൽ കയറ്റിയിട്ട് ഞാൻ പീഡന വീരനാണെന്ന് വാർത്ത കൊടുത്തിട്ട് അവർ അന്വേഷിക്കും. എന്നാൽ 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നിരപരാധി എന്നറിയുന്നത്. ആ 4-5 വർഷത്തിലാണ് നമ്മുടെ കരിയറൊക്കെ നഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട്. അത് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു സ്ത്രീകളോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നാര സ്ത്രീകളെ, അതായത് ഇപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ സഹോദരങ്ങൾക്കായിരിക്കും നാളെ ഈ ഒരു ദുരന്തം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനായിരിക്കും, നിങ്ങളുടെ അനിയനായിരിക്കും. ഞാനൊരു കാര്യം പറയുകയാണ്, അത് വളരെ വളരെ തെറ്റാണ്. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലിനെ കുടുക്കിയത് റിണി എന്ന ഒരു സ്ത്രീയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, വെറുതെ കള്ളക്കേസാണ് കൊടുത്തത്. അങ്ങനെ നമ്മുടെ വീട്ടിലും ഒരു സ്ത്രീയും വരരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ ദൃശ്യം കാണണം. അതിനുശേഷം നല്ലൊരു കമന്റ് ഇടണം. ഓക്കെ. താങ്കൾക്കെതിരെ ഒരു സ്ത്രീ, താങ്കൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. താങ്കളെ സ്ത്രീ പീഡിപ്പിച്ചോണ്ടും താങ്കളെ വിളിച്ചു ചോദിച്ചിട്ടാണോ പരാതി? താങ്കളെ പോയിട്ട് അറസ്റ്റ് ചെയ്യുക ആദ്യം. അറസ്റ്റ് ചെയ്തിട്ട് താങ്കൾ 14 ദിവസം അല്ല കേക്കൂ. അത് കഴിഞ്ഞ് താങ്കളുടെ പേരിൽ ഒരു സ്ത്രീ പരാതി കൊടുത്തു. താങ്കൾ പീഡിപ്പിച്ചു. താങ്കളെ കേൾക്കില്ല. എന്ത് ചെയ്യും? താങ്കളുടെ ലൈവ് ലൊക്കേഷൻ ഇട്ട് താങ്കളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിനു ശേഷം 14 ദിവസം റിമാൻഡ് ചെയ്യും. അതിനുശേഷം താങ്കൾ ട്രയൽ കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 5-6 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ നിരപരാധിയാണെന്ന് തുടങ്ങി. ആ താങ്കൾ അനുഭവിച്ച മെന്റൽ അഗണി, താങ്കൾക്കുണ്ടായ ഡിഗ്നിറ്റി, താങ്കൾക്ക് ഫാമിലിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമല്ലോ? ഇതൊരു മർഡർ കേസിൽ ഉണ്ടാവില്ലേ? ഫസ്റ്റ് മരണം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കും. ദുരൂഹമായ സാഹചര്യത്തിലാണ് നടന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പീഡന കേസിലെ പോലെ പെണ്ണ് പോയി പരാതി കൊടുത്ത ഉടനെ ആളെ തൂക്കിയെടുത്ത് അകത്തുന്ന പരിപാടിയില്ല. താങ്കൾ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്കിൽ വെറുതെ എഴുതി വെച്ചതല്ല മൗലികാവകാശം. ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് വോട്ടവകാശമുള്ള സ്ത്രീക്കും പുരുഷനും അവകാശമുള്ളതാണ്. സ്ത്രീയും പുരുഷനും തുല്യ അവകാശമുള്ളവരാണ്. പിന്നെ 1961 മുതൽ നമുക്ക് ഈ കാലഘട്ടം വരെ 13-ൽ കൂടുതൽ നിയമങ്ങൾ നമുക്ക് വന്നു. ആ സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? സ്ത്രീയും പുരുഷനും കൂടിയതാണ് ഒരു സമൂഹത്തിലെ ഒരു കുടുംബം. ആ കുടുംബ വ്യവസ്ഥ, നാടോടികൾക്ക് വോട്ടില്ല. ഒരു കുടുംബത്തിൽ നിന്നാണ് വോട്ട് വരുന്നത്. ആ വോട്ടർമാരുടെ ഒരു സ്ഥാനമാണ് പാർലമെന്റ്. ആ നിയമനിർമ്മാണത്തില് പുരുഷന് നിയമമില്ല എന്നുള്ളതല്ല, പുരുഷൻ നിയമമുണ്ട്. നിയമ സംവിധാനം അകലെ നിൽക്കുകയാണ്. സ്ത്രീക്കും പുരുഷനും നിയമത്തിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. അതൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമല്ല ക്ലോസ് 3 കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഒപ്പം എല്ലാ നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നം മാത്രമല്ല, സ്ത്രീയും പുരുഷനും. ഞങ്ങൾ സ്ത്രീക്കും ഗവൺമെന്റ് തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ലോസ് ഉണ്ട്. കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ പൊന്നു സ്ത്രീകളെ, നിങ്ങളെ ഞാൻ ചെറുതാക്കുന്നതല്ല, കൊടുക്കാതിരിക്കൂ. നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സാധനം കത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. കള്ളക്കേസ് കൊടുത്താൽ നിരപരാധിയായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് നീതി കിട്ടാത്തത്. നോക്കൂ, ഞാൻ എൻ്റെ വിഷയം നീട്ടുന്നതല്ല, ഒരു കാര്യം പറയാം. ഷിംജിത്ത എന്ന ഒരു പെൺകുട്ടി കാരണം ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തന്നെ ഇല്ലാതായിട്ടില്ലേ? വൈറലാവാൻ വേണ്ടിയല്ല അവൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ തരുന്നവരുണ്ടാവും. 10 ലക്ഷം 20 ലക്ഷം ഒക്കെ തന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുന്നു പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും.
അങ്ങനെ നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളുടെ ഫേസ് വരുന്നില്ല, നിങ്ങളുടെ അഡ്രസ്സ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. പക്ഷേ കർമ്മ എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, ഉമ്മൻചാണ്ടി സാറിനെ കുടുക്കിയ സരിതയുടെ അവസ്ഥ നിങ്ങൾക്ക് വരും. ഇത് ഞാൻ ആക്കി പറയുന്നതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സരിത എന്താണോ നിലവിൽ അനുഭവിക്കുന്നത്, രോഗം കൊണ്ട് മല്ലടിക്കുകയാണ്. കള്ളക്കേസ് കൊടുത്താൽ പണ്ടൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. നിലവിൽ അങ്ങനെയല്ല. ദൈവം നമ്മളെ ഇപ്പം തന്നെ സ്പോട്ടിന് തന്നെ ശിക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരിയെങ്കിലും പേടിക്കണം നിങ്ങൾ, കള്ളക്കേസ് കൊടുക്കണ്ട എന്ന് പറയാം. ശശികല ടീച്ചർ മാറി രംഗത്ത് വന്നിട്ടുണ്ട്. അത് വെച്ച് തരാം. അതിനു മുമ്പ് മിൽമ പാലിന് 4 രൂപ കൂട്ടിയത് LDF സർക്കാരാണ്, UDF സർക്കാരാണെന്നാണ് അരുൺകുമാർ പറയുന്നത്. VD സതീശനാണ് ഈ പറയുന്ന മിൽമ പാലിന് 4 രൂപ കൂട്ടത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ വാർത്തയുടെ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കണം. ഓക്കെ. കേരളം കണികണ്ടുണരുന്ന നന്മ VD സതീശന്റെ പൂക്കി വീഡിയോയിലാണ് പുതിയ പരസ്യം. പൂക്കിയ വീഡിയോയും വൈബും ഒക്കെ ഉണ്ട് കേട്ടു. പക്ഷേ നെഞ്ചത്തടിക്കുന്ന ഒരു വാർത്ത കൂടി പറയാം. മിൽമ പാൽ വില വർധന നാളെ മുതൽ നടപ്പായേക്കും. 1-2 അല്ല, ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് 56 രൂപയാക്കാനാണ് തീരുമാനം. പൂക്കി വീഡിയോ ഒക്കെ കൊള്ളാം. എൻ്റെ പൊന്നു മനുഷ്യന്മാരൊരു കാര്യം പറയാം, ഇത് VD സതീശനല്ല, ഇത് പിണറായി വിജയൻ പോകുമ്പോൾ ഒപ്പിട്ട് പോയതാണ്. 4 രൂപ മിൽമക്ക് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്. മുഖ്യമന്ത്രി ഒപ്പിട്ട് പോയതാണ്. അതിന് പെട്ടെന്നൊന്നും പിൻവലിക്കാൻ പറ്റത്തില്ല. അത് പാസ്സായതാണ്. VD സതീശൻ ഇതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പോസ്റ്റും കൂടി നിങ്ങൾ കാണണം. അതായത് മിൽമ പാലിൻ്റെ വില വർധനവ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അംഗീകരിച്ചതാണ്. പുതിയ മന്ത്രിയോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? കേണ്ടണി, ഇത് പിണറായി വിജയൻ പോകുമ്പോൾ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. ഇതിനൊക്കെ ശരിയാക്കാൻ നല്ല സമയമെടുക്കും. ഓക്കെ, നമുക്കെന്തായാലും ഈ പറഞ്ഞ ശശികല മാറിയതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. ക്ഷേത്രം, പള്ളി ഇതൊക്കെ മതസ്ഥാപനമാണ്. അതിനകത്ത് മതപരമായ കാര്യങ്ങൾ നടത്തുക. എന്റെ അച്ഛൻ മലപ്പുറം ജില്ലക്കാരനാ. മതേതരത്വത്തിന്റെ പേരിൽ ഒരു മൊയിലാരെ വേഷം കെട്ടിച്ച ഒരാളും, ഒരു സ്വാമിയുടെ വേഷം കെട്ടിയ ഒരാളും, ഒരു പള്ളിയിലച്ഛന്റെ വേഷം കെട്ടിയ ഒരാളും കൂടി സ്റ്റേജിന്മേൽ നിന്നിട്ട് ഇക്കണ്ട കാലം എവിടെയും മതേതരത്വം ഉണ്ടായിട്ടില്ല. ശശികല, ഇത് നിങ്ങളാണോ? അന്ന് പറഞ്ഞത് മലപ്പുറം മിനി പാകിസ്ഥാൻ എന്നാണ്. ഇപ്പൊ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ നാട് മലപ്പുറം എന്നാണ്. അപ്പോൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ അകത്ത് അവർ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ശശികല പറയുന്നത്. ഇപ്പോൾ മുമ്പ് പള്ളിന്ന് കേൾക്കുമ്പോൾ ശശികല തുപ്പുമായിരുന്നു. അത്രയും വിമർശനമാണ് ശശികലക്ക് മുമ്പ്. എങ്ങനെയാണ് ശശികല ഇങ്ങനെയും മാറിയത്? VD സതീശൻ ഇത്രയും പേടിയാണോ? അല്ല, സത്യസന്ധമായിട്ട് മാറിയതാണെങ്കിൽ ഗ്രേറ്റ് തന്നെയാണ്, നല്ലത് തന്നെയാണ്. ഇങ്ങനെ തന്നെ മാറണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, ഒരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണണം. നമ്മുടെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ്. ഓക്കെ. आज मोदी जी का वीडियो देखा नहीं देखा? इटली की राष्ट्रपति मेलोनी है, उनको नरेंद्र मोदी जी टॉफी खिला रहे हैं। रील बनाई है हिंदुस्तान के प्रधानमंत्री इटली के प्रधानमंत्री को, मेलोनी को मेलोडी टॉफी दिए हैं। इटली जाने से पहले, मेलोनी जी से मिलने से पहले उन्होंने हिंदुस्तान से कहा कि देखो आर्थिक तूफान आ रहा है, कम पेट्रोल का प्रयोग करो, सोना मत खरीदो, इलेक्ट्रिक गाड़ी खरीदो और विदेश में दौरा मत करो। और फिर उसी के एक दिन बाद 3-4 हजार करोड़ रुपए के हवाई जहाज में नरेंद्र मोदी घुसे, इटली की ओर गए, जेब में टॉफी ले गए और वहां की प्राइम मिनिस्टर को उन्होंने मेलोडी टॉफी खिलाई। अब देखिए ये क्या देश की जनता के साथ എന്തൊക്കെയായാലും നമ്മൾ ഈ കാണുന്നത്, സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി കാണിക്കുന്നത് വലിയൊരു വൃത്തികേടാണ്. നരേന്ദ്രമോദി ഇതെന്ത് ഭാവിച്ചിട്ടാണ്? നമ്മുടെ രാജ്യം പട്ടിണിയിലാണ്, പെട്രോളിനൊക്കെ വലിയ വില വർധനയാണ്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നരേന്ദ്രമോദി വിദേശത്ത് പോയിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് തെറ്റാണ്. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്നാണ് ചിലർ പറയുന്നത്. എന്താ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സഹകരിക്കണം. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും വരാം. ഓക്കെ.